സഹോദരന്മാരോടുകൂടി ധൃതരാഷ്ട്ര മഹാരാജാവിന്റെ പുത്രനായ ദുര്യോധനൻ ഭീഷ്മനെ മുൻനിർത്തി സൈന്യത്തോടുകൂടി കയറി. അപ്രകാരം ഭീമനെ മുൻനിർത്തി എല്ലാ പാണ്ഡവന്മാരും ഭീഷ്മരുമായി എതിർത്ത് സന്തോഷത്തോടുകൂടി ആർപ്പും കിലുകില ശബ്ദവും കൂക്കിവിളികളും മറ്റ് വാദ്യഘോഷങ്ങളും മുഴക്കി. കുതിരകളുടെ ശബ്ദവും ആനകളുടെ ചിഹ്നം വിളികളും രണ്ട് സൈന്യത്തിലും മുഴങ്ങി. പാണ്ഡവന്മാർ ദുര്യോധനന്റെ സൈന്യത്തിലേക്ക് നേരെ വന്ന് പാഞ്ഞു കയറി ഏറ്റു. അപ്പോൾ ആർത്തുകൊണ്ട് ദുര്യോധന സൈന്യവും അവരോട് എതിർത്തു. അങ്ങനെ ആകെ ബഹളമായി. പാണ്ഡവന്മാരുടെയും കൗരവന്മാരുടെയും സൈന്യങ്ങൾ പരസ്പരം എതിർത്തപ്പോൾ കാറ്റേറ്റ വനങ്ങൾ പോലെ ആകെ ഒന്ന് ഇളകിയുലഞ്ഞു. നരേന്ദ്രന്മാരും അവരുടെ ആനകളും കുതിരകളും ഘോരമായ സമയത്ത് അടുത്തുകൂടുകയും പരസ്പരം ഏറ്റുമുട്ടുകയും ചെയ്തു. അപ്പോൾ കാറ്റിൽ ക്ഷോഭിച്ച കടൽ പോലെ സൈന്യം ഇളകി മറിഞ്ഞു. ശംഖനാദങ്ങളും ആനക്കൂട്ടങ്ങളുടെ ചിഹ്നം വിളികളും സൈനികന്മാരുടെ ആർപ്പുവിളികളും മുഴങ്ങിക്കൊണ്ടിരുന്നുവെങ്കിലും അതിനെയെല്ലാം അതിലംഘിച്ച് ഭീമന്റെ ഭീമമായ സിംഹനാദം അഥവാ ആ ഗർജനം അനേകായിരം അശ്വങ്ങളെയും ജനങ്ങളെയും ഭീതി കൊള്ളിച്ചു. ഭീമന്റെ അട്ടഹാസം വിജയിച്ചു. അവിടെ അവന്റെ ശബ്ദം കേട്ടപ്പോൾ സൈന്യങ്ങളൊക്കെ കിടുകിട വിറച്ചു. ഭൂമി കുലുങ്ങുന്നത് പോലെയായിരുന്നു അത്. ഭീഷണമായ രൂപം പൂണ്ട ഭീമസേനൻ ദുര്യോധനന്റെ സഹോദരന്മാരെ വിറപ്പിക്കുമാറ് പാഞ്ഞെടുത്തു. ആ മഹാരഥൻ അടുക്കുവാൻ തുടങ്ങിയപ്പോൾ അവനെ ശരങ്ങൾ ചൊരിഞ്ഞ് സൂര്യനെ മേഘമെന്ന പോലെ മറയ്ക്കുവാൻ തുനിഞ്ഞു. ദുര്യോധനൻ, ദുർമുഖൻ, ദുസ്സഹൻ, ശലൻ, ദുശാസനൻ, വിവിംശതി, ചിത്രസേനൻ, വികർണൻ, പുരുമിത്രൻ, ജയൻ എന്നിവരും ഭോജൻ, സൗമദത്തി എന്നിവരും മിന്നൽ ചേർന്ന കാർമേഘം പോലെ വലിയ വില്ലും കുലച്ച് ഉറയൂരിയ പാമ്പ് പോലെ അസ്ത്രങ്ങളെടുത്തു. അപ്പോഴേക്കും ദ്രൗപദേയന്മാരും മഹാരഥനായ അഭിമന്യുവും നകുലനും സഹദേവനും ദൃഷ്ടദ്യുമ്നനും കൂർത്ത ശരങ്ങളെയ്ത് അവയെ കഠിനമായി വേദനിപ്പിച്ചു. ധാർതരാഷ്ട്രന്മാരെ അങ്ങനെ എതിർത്ത് നിന്നു. മൂർച്ചയേറിയ ശരങ്ങൾ തുടരെ പ്രയോഗിച്ചു അവർ. കടുത്ത ഞാണലുകളോട് കൂടിയ കഠിനമായ പ്രഥമ യുദ്ധത്തിൽ ധൃതരാഷ്ട്രരുടെ കൂട്ടരും ശത്രുക്കളുടെ കൂട്ടരും ആരും തന്നെ പിന്തിരിയുകയുണ്ടായില്ല. ദ്രോണരുടെ ശിഷ്യന്മാരുടെ അത്ഭുതകരമായ കൈവേഗം കണ്ട് അത്ഭുതപ്പെട്ട് നിന്നു പോകും ആരും. പരസ്പരം കുറ്റം ചെയ്തവരെ പോലെ വലിയ ക്രോധത്തോടുകൂടി തമ്മിൽ തിരക്കി മഹാരഥന്മാർ പോരാടി. അങ്ങനെ ആ രണ്ട് സൈന്യവും തീവ്രമായ സംഘട്ടനത്തിൽ ഏറ്റുമുട്ടി. പടകൊണ്ട് പൊടി പൊങ്ങി സൂര്യൻ മറഞ്ഞു. രണ്ട് സൈന്യത്തിലും വളരെ നാശമുണ്ടായി. ഏതിലാണ് കൂടുതൽ നാശമുണ്ടായതെന്ന് പറയുവാൻ വയ്യ. അതിഭീകരമായ ആ പോരാട്ടത്തിൽ അതിൽ സർവജ്ഞനായ ഭീഷ്മ പിതാമഹൻ അധികമായി ശോഭിച്ചതായി കാണാൻ കഴിയുമായിരുന്നു.